കല്ലൂസ് PSC ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS റിവിഷൻ്റെ 45 ഡേയ്സ് ചലഞ്ചസിൻ്റെ ക്ലാസ്സാണിത്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ജൂലൈ 1. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം നടന്ന രാജ്യം റഷ്യ. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം മഹാബലേശ്വർ. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം. പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരി മല. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിൽ. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം. കിഴക്കൻ തീരസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഇന്ത്യയിലെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം കൊങ്കൺ തീരം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം മലബാർ തീരം. വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് കർണാടക തീരം. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവ. ദക്ഷിണേന്ത്യയിൽ കടൽത്തീരം ഇല്ലാത്ത സംസ്ഥാനം തെലുങ്കാന. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പൗരദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനൽ. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപസമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം റോസ് ദ്വീപ്. ഇൻ്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകൾ. ഹർമന്ദിർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമാർ. നിക്കോബാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് മജുലി. മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അസം. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. വൈഷ്ണവ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ ആസാമിലെ വിനോദസഞ്ചാര കേന്ദ്രം മജുലി. ഏഷ്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ. വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ കലാം ദ്വീപ്. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലൂ.
കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം മാംഗോ ഷവർ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയ്ക്ക് മൺസൂൺ കറസ്പോണ്ടന്റ് എന്ന ഹിസ്റ്റോറിക്കൽ ഡിജിറ്റൽ റെക്കോർഡ് കൈമാറിയ രാജ്യം പോർച്ചുഗൽ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത് തുലാവർഷം. 2020 നവംബറിൽ കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ബുറേവി. 2017 നവംബറിൽ കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, ലക്ഷദ്വീപ് തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഓഖി. ഓഖി ചുഴലിക്കാറ്റിൻ്റെ ഉത്ഭവസ്ഥാനം ഗൾഫ് ഓഫ് തായ്ലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. രാംഗംഗ എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗീർ ദേശീയോദ്യാനം. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ദച്ചിംഗാം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബ്. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം. താങ്ക് യു.